ഐ പ്രസന്റ് യു. അല്ലെങ്കിൽ വേണ്ട. സീ ഫോർ യുവർ സെൽഫ്. തോർക്കണം. എനിക്കൊപ്പം സഞ്ചരിക്കുന്ന ഒരു സഹയാത്രിക കൂടിയാണ്. ക്ഷണിക്കട്ടെ, സ്വാഗതം ചെയ്യട്ടെ. യെസ്, ഒരു നല്ലൊരു ഐഡിയ കൊടുത്തേ. കളഞ്ഞ് അടിവാതിലും തുറന്ന് വന്നിരിക്കാണ് കടവാവില്. നീ എങ്ങനെ കണ്ടു? നിന്റെ നെഞ്ചിലും മരട് വെടിക്കിട്ട് കിടക്കണ എനിക്ക് ഇവിടെ കേക്കാം. നിങ്ങളുടെ കട്ട ഫാനായി മാറിയിരിക്കാൻ. അതെ, ഇത് എപ്പം മുതൽ നിങ്ങൾക്കിപ്പം കുറച്ച് വിടല് കൂടിയാണ് അല്ലേ? അങ്ങനത്തെ ഒരു വർത്താനോ? തീർച്ചയായിട്ടും അതെനിക്ക് മറുപടി ഉണ്ട് പറയാൻ. മറുപടികൾ കുറച്ച് കേൾക്കേണ്ടിയിരിക്കും. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. സ്ഥിരാണല്ലേ. അപ്പൊ എന്തായാലും ഞാൻ കുറച്ച് കാര്യങ്ങളൊന്ന് പറഞ്ഞോട്ടെ. അതായത് പുലി നിന്ന് പറയണോ ഇരുന്ന് പറയണോ? കുറെ കൂടി നിന്റെ ഒടുക്കത്തെ തുമ്പലാണെന്ന് നീ മറക്കണ്ട. എന്തായാലും പൂച്ചക്കുട്ടിയായിട്ട് വന്നൊരു പുലി, അത് ചീറ്റപ്പുലിയായിട്ട് മാറിയ ഒരു വ്യക്തി ഞങ്ങളുടെയൊക്കെ ഇൻസ്പിറേഷൻ ആണ്. ഇല വന്ന് മുള്ളില് വീണാലും മുള്ളി നിലയിൽ വീണാലും ചീത്തപ്പേരൊക്കെ മുള്ളിന്. സോ വെൽക്കം. ഭയങ്കര സന്തോഷം. താങ്ക് യു. അപ്പൊ കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ചോദിക്കാമല്ലോ അല്ലേ? എനിക്ക് ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. ഒന്ന് രണ്ടാക്കണ്ട, ഇഷ്ടം പോലെ ചോദിക്കാൻ ഞാൻ ഇരുന്നേരാം. ഇരുന്ന് തന്നാ പോരാ, മറുപടി തരണം. അദ്ദേഹം ഒറ്റയ്ക്ക് വഴിവെട്ടി വന്ന ഒരാളാണ് നമ്മൾ തീർച്ചയായിട്ടും. അല്ലെങ്കിൽ ഞാൻ എന്റെ പേഴ്സണൽ ഫേവറേറ്റ്സ് പലയിടത്തും പേഴ്സണൽ ഫേവറേറ്റ്സ് പലരും ഉണ്ടായിരുന്നു. നമുക്ക് BBC എടാ എൽദോ, നീ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കടാ നായിന്റെ മോനെ. അങ്ങനെയാണല്ലോ, മാറും. തീർച്ചയായിട്ടും നമ്മള് വിജയികളെ അംഗീകരിച്ചേ പറ്റും. അതൊരു നഗ്ന സത്യമാണ്. ഇവൻ എങ്ങനെയൊന്ന് പറഞ്ഞ് മനസ്സിലാക്കൂ. എടാ മണ്ട, സൂര്യനെ പോലെ സത്യം. വിന്നർ ആയതിനു ശേഷം എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാൻ പറഞ്ഞത് നല്ല ഓർമ്മയുണ്ട്. ഞാനൊന്നും അത് തിരുത്തി ഞാൻ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം അത് എന്നെ കൊണ്ട് തിരുത്തിപ്പിച്ചു എന്നുള്ളതാണ്. ഞാൻ കട്ട ഫാനായി മാറി. കാരണം അവമാനിക്കരുത്, ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. എനിക്ക് തോന്നുന്നു ഇപ്പൊ ഇങ്ങനെയൊക്കെ ഇപ്പൊ സായിപ്പിനെ കണ്ടപ്പോ കവാത്ത് മറന്നു സാഹിത്യത്തെ കണ്ട കവാതോ ഇങ്ങനൊന്നും പറയാൻ പാടില്ല. കുറച്ച് വീഡിയോ കാണിക്കട്ടെ. കാണിക്കും ധൈര്യമായിട്ട് കാണിക്കും. ഞാൻ നാട്ടിക്കും. അമ്മച്ചിയാണ് സത്യം. ഈ കുഞ്ഞു ബേബിയാ പറയുന്നത്. ഫ്ലാഷ് ബാക്ക്. എന്ത് കാണിച്ചിട്ടാണ് ആ ഭീമസേന എല്ലാം കാണിച്ചിരിക്കോ? ജിൻഡോയുടെ പ്രസംഗത്തെ വലിയ എന്താണ് സുഭാഷിതം എന്ന രീതിയിലാണല്ലോ ആൾക്കാർ പറയുന്നത്. അയാൾ ഭയങ്കര മോട്ടിവേഷൻ ആണ് ആൾക്കാർ പറയുന്നത്. അപ്പൊ പിന്നെ ജാസ്മിനെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നത് എന്താണ്? ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ. അതെങ്ങനെ നിന്റെ തലയിലാവണം? പിന്നെ നീ കയറിയേക്കോ? ഞാനാക്കണ. ഞാൻ അതിന്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. എന്ത് മോശമാണ് ജാസ്മിൻ അവിടെ ചെയ്തത് കേക്കട്ടെ. മോശം കാര്യങ്ങളും ചേച്ചി ഇപ്പൊ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയില്ലെങ്കിൽ പലയടിച്ച് ഞാൻ റബ്ബർ ഷീറ്റാക്കും. എന്താ ഉറക്കം വരുന്നു. എവിടെയൊക്കെ വാക്കുകളില്ല. അപ്പൊ ഒരു ടിഷ്യൂ തരട്ടെ. ടിഷ്യൂ ഒന്നും വേണ്ട. വേർക്കുന്നുണ്ട്. എന്റെ ഐഡിയ പോയി. നിന്റെ ഐഡിയ നിന്നെ ഞാൻ കൊന്നേനെ പട്ടി. ടിഷ്യൂ ഒന്നും വേണ്ട. ഞാൻ അല്ല, വെറുതെ ആണോ കപ്പ് കിട്ടിയത്? കളിച്ചിട്ടല്ലേ കപ്പ് കിട്ടിയത്? ഇതൊന്നും വിന്നറായി എന്ന് രാത്രി ശനിദശയിൽ ഇരിക്കുമ്പോ ഇതൊന്നും സമ്മതിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. സമ്മതിച്ചത് നീ അങ്ങനെയല്ലല്ലോ നേരത്തെ പറഞ്ഞത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപ്പ് കിട്ടിയ ഒരാളുടെ കാലിബർ എന്താന്ന് അപ്പൊ സത്യത്തിൽ എനിക്ക് അറിയത്തില്ല. ഞാനത് സമ്മതിക്കുന്നു. എല്ലാരും കൈവച്ചല്ലോ, ഇനി ആർക്കും പരാതിയില്ലല്ലോ. ഇതൊരു കാര്യം മറ്റേടത്ത് ഐഡിയ ആയിപ്പോയി. അവിടുന്നും കിട്ടി ഇവിടുന്നും കിട്ടി. ഇനി മരിച്ചാൽ ഐഡിയ പറയില്ല. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള വണ്ടർഫുൾ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ടപ്പ് എന്ന് പറഞ്ഞ് ഇടിച്ചു പൊടിക്കുക.